ഒരു വർഷം മുമ്പ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പരയാണ് മഹാലക്ഷ്മി. വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി നിറഞ്ഞു നിൽക്കുന്ന നടൻ അരുൺ രാഘവനാണ് പരമ്പരയിൽ നായകനായി എത്തുന്നത്. റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന പരമ്പരയിൽ നായികയായി വരുന്ന നയന പ്രസാദ് ഇതാ വിവാഹിതയായിരിക്കുകയാണിപ്പോൾ. അതിവേഗം തന്നെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ നയന ആഴ്ചകൾക്ക് മുമ്പാണ് തന്നെ പെണ്ണുകാണാനെത്തിയ ചെറുക്കൻ്റെയും കൂട്ടരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പോഴാണ് വിവാഹവിശേഷം ആരാധകർ അറിഞ്ഞതും. ഇപ്പോഴിതാ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടന്നിരിക്കുകയാണ്. തുടർന്ന് തൊട്ടടുത്തുള്ള സൂര്യാസ് ചന്ദന ഇൻ എന്ന ഹോട്ടലിൽ വെച്ച് വിവാഹ റിസപ്ഷനും നടന്നു. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് വിവാഹവിശേഷം ആരാധകർ അറിഞ്ഞത്. മനീഷ് എന്ന പയ്യനാണ് നയനയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമാണെന്നാണ് സൂചന. ആഴ്ചകൾക്ക് മുമ്പ് നയന പെണ്ണുകാണൽ വീഡിയോ പങ്കുവച്ചപ്പോൾ കല്യാണം ഉടൻ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആ വീഡിയോയിൽ പയ്യനെ കാണിക്കുകയും ചെയ്തിരുന്നില്ല. മനീഷിന്റെ അനിയത്തിക്കുട്ടിയാണെന്ന് തോന്നിക്കുന്ന പെൺകുട്ടി ബൊക്കെയും പൂക്കളും മധുരങ്ങളും അടക്കമുള്ള ബൊക്കെകളും സമ്മാനങ്ങളുമെല്ലാം നയനയ്ക്ക് നൽകുന്നതും വീട്ടിലെ മുതിർന്ന സ്ത്രീകളെയുമാണ് വീഡിയോയിൽ കാണാൻ സാധിച്ചിരുന്നത്. പ്രണയത്തിന്റെ അടയാളമായ ചുവന്ന പൂക്കളാണ് നയനയ്ക്ക് മനീഷ് സമ്മാനിച്ചത്. എന്നാൽ അക്കൂട്ടത്തിലൊന്നും മനീഷിന്റെ ചിത്രമോ വീഡിയോയോ ഒന്നും തന്നെ നയന പങ്കുവച്ചിരുന്നില്ല. സസ്പെൻസായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പയ്യനെ. തുടർന്ന് വിവാഹവിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. മോഡലിംഗിലൂടെയും സിനിമകളിലൂടെയും നിറഞ്ഞുനിന്ന നയനയുടെ ആദ്യത്തെ സീരിയലാണ് മഹാലക്ഷ്മി. അതുകൂടാതെ അവതാരകയായും അധ്യാപികയായും ഇൻഫ്ലുവൻസറായുമെല്ലാം നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നയന നഴ്സിംഗിലാണ് പഠനം പൂർത്തിയാക്കിയത്. ശേഷം കുറച്ചുകാലം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നഴ്സായും ജോലി ചെയ്തിട്ടുണ്ട്. കോളേജ് ടീച്ചറായി ജോലി ചെയ്യുന്നതിനിടെയാണ് അഭിനയ രംഗത്തും നിറഞ്ഞു നിൽക്കുന്നത്. പഠിക്കുന്ന കാലത്ത് തന്നെ നൃത്തത്തിലും നാടകത്തിലുമെല്ലാം സജീവമായിരുന്ന നയന പരസ്യചിത്രങ്ങളിലും ആൽബങ്ങളിലുമെല്ലാം ചെറിയ വേഷങ്ങൾ ചെയ്തായിരുന്നു തുടക്കം കുറിച്ചത്. കേരള വിഷൻ ചാനലിലും അവതാരകയായി പ്രവർത്തിച്ചിട്ടുള്ള താരം നീലി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. പിന്നീട് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, ഒരു സ്മാർട്ട് ഫോൺ പ്രണയം, 2018, സായാഹ്ന വാർത്തകൾ, ഉപചാരപൂർവ്വം, ഗുണ്ടാ ജയൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചുവെങ്കിലും സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ഉപചാരപൂർവ്വം, ഗുണ്ടാ ജയനിൽ ഷൈജു കുറുപ്പിന്റെ സഹോദരിയായി അഭിനയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് മഹാലക്ഷ്മി എന്ന പരമ്പരയിലേക്കും എത്തിയത്. ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ റേറ്റിംഗിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പരമ്പരയാണ് മഹാലക്ഷ്മി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.